സൂരജ്, ആലോചിച്ച് നോക്കണം. ഇന്നലെ രാവിലെ 10 മണിക്കാണ് ഈ വാർത്ത സൂരജ് റിപ്പോർട്ട് ചെയ്യുന്നത്. രാവിലെ 10 എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 10:30 റിപ്പോർട്ട് ചെയ്യുന്നു. 10 മണിക്കുണ്ടായ കൊലപാതകമാണ്. നേരത്തോട് നേരം കഴിഞ്ഞ് സമയം ഇപ്പോൾ 8 മണിയാവുന്നുണ്ട്. 8 മണിയായിട്ടും നമ്മൾ നാട്ടുകാർ മാത്രമല്ല, പോലീസ് സംവിധാനം, കൂടുതൽ സംഘങ്ങൾ, പോലീസ് നായകൾ, ഉപയോഗിക്കാൻ കഴിയുന്ന സകല സംവിധാനങ്ങൾ ഇറങ്ങി പരിശോധിച്ചിട്ടും ഇയാൾ ഈ ഏരിയയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾ ഈ പോത്തുണ്ടിയിൽ തന്നെ ഉണ്ട് എന്നത് പോലീസ് വിശ്വസിക്കുന്നുണ്ടോ സൂരജ്? ഹാഷ്മി ഇപ്പോൾ ഒരു വിവരം, അതായത് പോലീസ് തന്നെ ഇത് കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ചെന്താമര എന്ന് പോലീസ് ഉറപ്പിക്കുന്ന ഒരു പോലീസുകാരൻ കണ്ടു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക് കൂടി പോകാം എന്ന് തോന്നുന്നു. സാറേ ഒരു മിനിറ്റ്. സാർ എന്താ നമ്മളിപ്പം ഇപ്പോൾ DSP ചെയ്തത്? സാർ എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മുടെ പോലീസുകാർ ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പൊ അവിടെ ഒരു കോഴി ഫാം ഉണ്ട്. അവിടെ നിന്ന് ഒരാൾ ഓടിപ്പോകുന്നതാണ്. ഇവർ പുറകിൽ പോയ ഫയൽ നിന്നില്ല. പോലീസുകാർ ഓടി വരുന്നുണ്ട്. ഇവർ പുറകിൽ പോയ ഫയൽ നിന്നില്ല. അപ്പൊ പോലീസുകാർ ഓടി വരുന്ന സൗണ്ട് കേട്ടാണ് നാട്ടുകാർ വന്നപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതായത് പോലീസുകാരൻ ഓടിച്ചു. അതെ. അതാണ് പോലീസ് പറയുന്നത് ഹാഷ്മി. അതായത് ചെന്താമര തന്നെയാണ്. അപ്പോൾ പോലീസ് ഓടിച്ചു. കോഴി ഫാമിന് പിന്നിലായി ചെന്താമരയെ കണ്ടു, പോലീസുകാരെ സ്ഥിരീകരിച്ചു, പോലീസുകാർ ചെന്താമരയെ ഓടിച്ചു, അയാൾ രക്ഷപ്പെട്ടു. അങ്ങനെയല്ലേ പറഞ്ഞത് ഉദ്യോഗസ്ഥൻ? അല്ലേ? അതെ. അതാണ് ഹാഷ്മി. ആലത്തൂർ DYSP ആണ് നമ്മളുമായി സംസാരിച്ചത്. ഇത് പറയുന്ന ഒരു പോലീസുകാരൻ ഒരു കോഴി ഫാമിന് സമീപത്ത് ചെന്താമരയെ കണ്ടു എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അത് തന്നെയാണ്. അതായത് ഇന്നലെ ഇത്തരത്തിൽ നാട്ടുകാർക്ക് ഒരു സംശയം തോന്നിയ സമയത്ത് ഇത്രയും വലിയൊരു പോലീസ് വിന്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് നാട്ടുകാർ അല്ല ഇത് കണ്ടത്, പോലീസ് തന്നെയാണ് കണ്ടത്. ഒരു കോഴി ഫാമിന് സമീപത്ത് കണ്ടു, ചെന്താമരയെ കണ്ടു. പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അയാളെ പിടികൂടുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ ആ ശ്രമം വിഫലമായി. ഇതോടുകൂടി തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം വിവരം കൈമാറി. അതിനിടയിലാണ് നാട്ടുകാരുടെ ശ്രദ്ധയിലും ഇയാൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ നാട്ടുകാരും ഇയാളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെയെങ്കിൽ ഈ മലയിൽ തന്നെ ചെന്താമര ഉണ്ട് എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഈ മല വിട്ടു പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് കാശ്മീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിയെ സംബന്ധിച്ച് ഏറെ സമർത്ഥനാണ്. പ്രത്യേകിച്ച് ഈ വനമേഖലയെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണ് ഈ പ്രതി. അതുകൊണ്ട് തന്നെ പ്രതിക്ക് സ്വാഭാവികമായും ഈ വനമേഖലയെ കുറിച്ച് നല്ല പരിചയമുള്ളതുകൊണ്ട് തന്നെ ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഒരു സാധ്യത വളരെ എളുപ്പമാണ്. ഇന്നലെ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം നശിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഈ സമർത്ഥനായ പ്രതി എന്തു വേണമെങ്കിലും ചെയ്യാം. പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് അത് ചെന്താമരയാണ്, ഇവിടെ കണ്ടത് ചെന്താമരയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഊർജിതമായ പരിശോധനയിലേക്ക് കടക്കുന്നു. കൂടുതൽ പോലീസുകാരെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു 2 ബസ്സിലധികം വരുന്ന പോലീസുകാരെ ഇതിനോടകം തന്നെ നമുക്ക് എണ്ണം സൂര്യ, മതിയായ വെളിച്ച സംവിധാനം ആവശ്യമുണ്ട്. രാത്രിയാവുന്നുണ്ട്. ഇയാൾ ഇത്തരത്തിൽ ഒളിച്ചിരിക്കാൻ സമർത്ഥനാകുമ്പോൾ സെർച്ച് ലൈറ്റിന്റെ അടക്കം മതിയായ വെളിച്ച സംവിധാനങ്ങൾ ആവശ്യമുണ്ടല്ലോ. ഇപ്പം മൊബൈൽ ഫോണിന്റെ വെളിച്ചം മതിയാവില്ല. നിലവിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ അത്ര വെട്ടമൊന്നും കാണുന്നില്ല. വെട്ടം എത്തിക്കാനുള്ള അറേഞ്ച്മെന്റ് ആദ്യം ചെയ്യുമോ സൂരജ് ആരെങ്കിലും? തീർച്ചയായും ഹാഷ്മി. എന്തായാലും ഈ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. രാത്രിയാണ്, സ്വാഭാവികമായും ഇതൊരു കാടാണ്. അതിന്റെ ഒരു പരിമിതി പോലീസുകാരെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ നാട്ടുകാരുടെ എല്ലാം നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. അവർ പക്ഷേ ഈ ടോർച്ചും കൈടോർച്ചും ഒക്കെ ആയിട്ടാണ് ഈ പ്രതിയെ നേരിടുന്നതിന് വേണ്ടി നാട്ടുകാർ പോകുന്നത്. പക്ഷേ ആദ്യം മുതലേ പോലീസ് അനുമാനിച്ചതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് എത്രത്തോളം നമുക്ക് DYSP സ്ഥിരീകരിക്കുമ്പോൾ പോലും നാട്ടുകാർ പക്ഷേ ഇതിൽ പോലീസ് കണ്ടോ എന്നൊരു സംശയം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് തങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നി, പോലീസ് കണ്ടിട്ടില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. പക്ഷെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അത് ചെന്താമര തന്നെയാണ്. കൃത്യമായി ഇവിടുത്തെ ഒരു കോഴി ഫാമിന് സമീപത്ത്, അതായത് ഈ കോഴി ഫാമിന് സമീപത്ത് നിന്ന് ഇയാൾ ഓടിപ്പോകുന്ന ഒരു പോലീസുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഈ കോഴി ഫാമിന് സമീപത്ത് ഒളിച്ചിരുന്ന ആളെ ഈ പോലീസുകാർ ഈ പിടികൂടാനൊരു ശ്രമം നടത്തി. അതിനിടയിലാണ് ഈ ചെന്താമര ഓടി രക്ഷപ്പെട്ടതെന്നുള്ളതാണ് പറയുന്നത്. ആ പോലീസുകാർ ഈ പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കനാലാണ്, കനാലിനോട് ചേർന്ന മേഖലയാണ്. ഈ മലയെ ചുറ്റിപ്പറ്റി, ഈ കുന്നിനെ ചുറ്റിപ്പറ്റി ഒരു കനാൽ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് പ്രതി ഓടിക്കയറി എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജിത ശ്രമമാണ്. അതായത് ഇന്നത്തെ രാത്രി പോലീസിനെ സംബന്ധിച്ച് ഇത് ചെന്താമരയാണെങ്കിൽ നിർണായകമാണ്. സ്വാഭാവികമായും ഈ വനത്തിലേക്ക് ഇയാൾ വീണ്ടും ഉൾവലിയാനുള്ള ഒരു സാധ്യതയുണ്ട്. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എങ്കിൽ, അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചെന്താമരയാണെങ്കിൽ സ്വാഭാവികമായും അയാൾ പിടിക്കപ്പെടുമെന്ന സംശയം അയാൾക്ക് രൂപപ്പെടും. അങ്ങനെയെങ്കിൽ ചെന്താമര
ഉൾവലിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ട് പോലീസ് കൂടുതൽ വിന്യാസത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിവൈഎസ്പി ആലത്തൂർ ഡിവൈഎസ്പിയാണ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ഈ വാർത്ത സ്ഥിരീകരിക്കുന്നു. അതായത് ഇവിടെ കണ്ടത് ചെന്താമരയാണ് എന്ന വിവരം അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഏറെ നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഈ ചെന്താമര ഇപ്പോഴും കാണാമറയത്ത് തന്നെ. ഉൾക്കാട്ടിലേക്ക് ചെന്താമര വലിഞ്ഞിരിക്കുന്നു. പതിവ് രീതിയിലേക്ക് ചെന്താമര മാറിയിരിക്കുന്നു.